അനുമോളുടെ വിവാഹത്തിന് എല്ലാവരും കാത്തിരുന്നത് അനുമോളുടെ കയ്യിലെ മെഹന്തി കാണാനാണ്. പലപ്പോഴും ആരാധകരെല്ലാവരും തന്നെ പല താരങ്ങളുടെയും മെഹന്തി ഡിസൈൻസ് ഒക്കെ കണ്ട് ഇത്ര മനോഹരമായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇത് ഇത്രയും മണിക്കൂറുകൾ ഒരു 6 മണി 3, 4 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് 6 മണിക്കൂറോളം ശരിക്കും പറഞ്ഞാൽ അത്രയും മണിക്കൂർ എടുത്തിട്ടാണ് ഈ മെഹന്തി വർക്കൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇത് മണിക്കൂറുകൾ പിന്നെയും നമ്മൾ വച്ചേക്കണം. ചിലപ്പോൾ ഒരു രാത്രി മൊത്തം വച്ചേക്കാറുണ്ട്. മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിലെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? മെഹന്തി ഇട്ട് രാത്രി ഇട്ടിട്ട് രാവിലെ അങ്ങ് കഴുകും. അപ്പോൾ നല്ല കടും ചുവപ്പ് നിറത്തിലൊക്കെ നമുക്ക് കിട്ടും. നല്ല ഭംഗിയായിട്ട് കിട്ടാറുണ്ട്. അനുമോളുടെ വിവാഹത്തിന് എല്ലാവരും ഉറ്റുനോക്കിയത് അനുമോളുടെ കയ്യിലെ മെഹന്തി ഒന്ന് കാണാനാണ്. എന്നാൽ അനുമോളുടെ കയ്യിലെ മെഹന്തി ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് അത്ര തെളിഞ്ഞില്ല. ഒരു ഓറഞ്ച് കളറിൽ തന്നെ നിൽക്കുന്നതാണ് കണ്ടത്. വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും കാരണം വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസമൊക്കെ ഇതിന്റെ ഒരു കളർ ബ്രൗൺ കളറായി നല്ല ഭംഗിയിൽ നിൽക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നും നിൽക്കാതെ അത് ഒരു സാദാ മെഹന്തി ഒരു ലൈറ്റ് ഷെയ്ഡിലൊക്കെ അങ്ങ് മാറി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് മെഹന്തി കോണിന്റെ പ്രശ്നമാണ്, ആർട്ടിസ്റ്റ് കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തതിന്റെ ആണെന്നൊക്കെയാണ് കമന്റുകൾ വന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ മെഹന്തി ആർട്ടിസ്റ്റ് രംഗത്ത് വന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോളോട് കൃത്യമായി ഇത്ര മണിക്കൂർ വച്ചേക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അനുമോള് വളരെ കുറച്ച് സമയം മാത്രമേ ആ മെഹന്തി കയ്യിൽ വെച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കളർ വന്നത്. ഇല്ലെങ്കിൽ നല്ല കളർ വന്നേനെ. ഇങ്ങനെ ആരോടും ചെയ്യരുത്. കാരണം ഇത് ഇവരുടെ വർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അനുമോളുടെ വിവാഹ വാർത്തകൾ എത്തിയ സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു സംഭവം അനുമോൾ നേരത്തെ തന്നെ വിവാഹിതയായി എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ആരും അറിയാതെ, കാരണം അനുമോളുടെയൊക്കെ ലൈഫ് സംബന്ധിച്ചിടത്തോളം എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട്. അനുമോളുടെ വരനെ പോലും നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ ചർച്ചയായതും വൈറലായി മാറിയതും ഒക്കെ. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല. അനുമോൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ തമിഴ്നാട്ടിൽ വെച്ച് വിവാഹിതയായി. തമിഴ് ആചാരപ്രകാരം രഹസ്യ വിവാഹം ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷമാണ് ഇവർ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഗുരുവായൂരിലെത്തി മറ്റ് വിവാഹ ആചാരങ്ങളൊക്കെ നടത്തിയതും എല്ലാവരും നാടൊട്ടാകെ അറിഞ്ഞ് വിവാഹം കഴിച്ചതും. ഇതിനു മുൻപ് തന്നെ, കാരണം ചെന്നൈയിൽ നടക്കുന്ന ആ പരിപാടിയുടെ സമയത്ത് തന്നെ ഭുവന്റെ അമ്മയുമായിട്ടും അനുമോളുടെ കുടുംബവുമായിട്ടും ഒക്കെ സംസാരിച്ച് ഇവർ ധാരണയിലെത്തിയെന്നും ഭുവന്റെ ബന്ധുക്കളൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് ഇവർ വിവാഹിതരായി എന്ന റിപ്പോർട്ടുകളുമാണ് എത്തുന്നത്. ഭുവൻ തമിഴ്നാട്ടുകാരനാണ്. ചെന്നൈയിലാണ് ഭുവന്റെ കുടുംബമൊക്കെ. അമ്മയും ഭുവനുമാണ് പ്രധാനമായിട്ടുള്ളത്. വലിയ കുടുംബമായിട്ടൊന്നും ബന്ധമുള്ളവരോ അല്ലെങ്കിൽ വലിയ കുടുംബാംഗങ്ങളുള്ളവരോ ഒന്നുമല്ല ഭുവൻ. ഭുവനും അമ്മയും സ്വസ്ഥമായി സന്തോഷത്തോടെയും കഴിയുകയാണ്. ഭുവൻ നടനാണ്, അഭിനേതാവാണ്, റീലൊക്കെ ചെയ്യുന്ന ആളാണ്, ഒരു ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. മാത്രമല്ല പല പല ഷോകളിലും അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ച് ഒരു ഷോയിൽ കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു ഷോയിൽ പങ്കെടുത്തിട്ടാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അങ്ങനെ ഇതൊരു ലവ് അറേഞ്ച്ഡ് മാരേജ് എന്നൊരു ഗണത്തിലേക്ക് ഇത് മാറുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഭുവനുമായി പ്രണയത്തിലായതും കല്യാണം നിശ്ചയിച്ചപ്പോഴുമൊക്കെ തന്നെ വല്ലാതെ അലട്ടിയത് ഒരു വലിയ ബുദ്ധിമുട്ടാണെന്ന് തുറന്നു പറയുകയാണ് അനുമോൾ. തനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ താൻ ആരോടും അത് പറഞ്ഞില്ല. പക്ഷേ ഭുവൻ ഇങ്ങോട്ടത് പറഞ്ഞു, തന്നെ മനസ്സിലാക്കിയെന്ന് നിറകണ്ണുകളോടെയാണ് അനുമോൾ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്താണ് അനുവിന്റെ വീട്. അപ്പോൾ കൊച്ചിയിൽ പോയാലോ ചെന്നൈയിൽ പോയാലോ ലോകത്ത് എവിടെ പോയാലും തിരികെ തിരുവനന്തപുരത്ത് എത്തണം എന്നാണ് അനുവിന്റെ ആഗ്രഹം. എന്നാൽ അത് അനു ആരോടും പറഞ്ഞില്ല. കാരണം ഭുവനോട് എങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ. തന്റെ വീടും വീട്ടുകാരും തന്റെ നാടും വിട്ടു പോകാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന അനുവിന്റെ ആ മനസ്സ് ഭുവൻ മനസ്സിലാക്കി. അങ്ങനെ നിനക്ക് നിന്റെ വീടും നിന്റെ നാടും ഒക്കെ വിട്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എനിക്കാണെങ്കിൽ എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്. വർക്ക് ഫ്രം ഹോം ആണ് ഭുവൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങാം. ഫ്ലാറ്റ് ജൂണിൽ വാങ്ങുന്നു. അതുമുതൽ അവരിവിടെ താമസമാകുന്നു. അങ്ങനെ അനുവിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് തൻ്റെ നാടും നാട്ടുകാരും വീടും വീട്ടുകാരും എല്ലാം വിട്ട് ഭുവൻ വന്നിരിക്കുകയാണ്.